നിങ്ങളൊരു മേരി ജിന്ദഗി ഹേ തൂ ഫാനാണോ? എന്നാൽ നമുക്ക് അതിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ നമുക്ക് ആര്യയുടെ ഫാദർ ഡോക്ടർ ഇർഫാൻ അഹമ്മദിനെ കുറിച്ച് സംസാരിക്കാം. ബ്രോ, യു ആർ എ ഡോക്ടർ, ജസ്റ്റ് ബി ഡിസൈസീവ് മാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, കാമിയാർ ഇവരുടെ വീട്ടിൽ വന്നിട്ട് കാറ് കത്തിച്ച്. ഏതൊരു മനുഷ്യനാണെങ്കിലും ഓഫ് കോഴ്സ് ആളോട് ദേഷ്യം ഉണ്ടാവും, വെറുപ്പുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാമിയാറിന് ആര്യനോട് പ്രേമം തുടങ്ങി. ഇവളുടെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഫാദർ ഹി വാസ് എഗെയിൻസ്റ്റ് ഇറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് ഡയറക്റ്റ് വന്ന് കല്യാണം ആലോചിക്കുന്നു. ഫാദർ ഓൾസോ സേസ് മോളുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ഞാൻ ചെയ്യില്ല, മോളുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കുള്ളൂ. നെക്സ്റ്റ് കാവറിന്റെ കല്യാണാലോചന വരുന്നത്. ഹീസ് ലൈക്ക് എൻ്റെ മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴേക്കും മോൾക്ക് കാമിയാറിന് ഇഷ്ടമായി തുടങ്ങി. യു നോ വാട്ട് ദ ഡോക്ടർ സേസ്? ഞാൻ പറയുന്നിടത്ത് നിന്റെ കല്യാണം നടക്കുള്ളൂ, തുമാരി ഷാദി ഖാവർ സേ ഹി ഹോഗി. യു ലിറ്ററലി ജസ്റ്റ് സേ എൻ്റെ മോളുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കുള്ളൂ എന്ന്. ആൻഡ് ദെൻ ഐറ സേസ് ഓക്കെ എനിക്ക് കാമിയാറിനെ മതി. ഹി സേസ് ഓക്കെ. പിന്നെ ഖാവറിനെ വിളിച്ചിട്ട് പറയുന്നത് സോറി കല്യാണം നടക്കില്ല എന്ന്. കല്യാണത്തിൻ്റെ അന്ന് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ട് ഐറയും ഫാമിലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ദേ ഷുഡ് ഗോ ഹെഡ് ആൻഡ് ട്രൈ ടു സോൾവ് ഇറ്റ്, റൈറ്റ്? നോ, ഹി ഈസ് ഓൾസോ ലൈക്ക് അബി ജോ ഹോ ഗയാ സോ ഹോ ഗയാ, ലെറ്റ്സ് മൂവ് ഓൺ. അന്ന് തന്നെ കാമിയാർ പോയിട്ട് ഡോക്ടർ ഇർഫാനോട് പറയും എനിക്ക് ഇന്ന് തന്നെ നിക്കാഹ് ചെയ്ത് തരണമെന്ന്. അപ്പോൾ പറയും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ കല്യാണം നടത്തി തരില്ല. ഇവളും വന്ന് പറയും കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ഇർഫാൻ പറയും ഒരു 2 ദിവസത്തെ സമയമാണ്, എനിക്ക് എൻ്റെ മോളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചേക്കണം. ഓൻ പറയും പറ്റില്ല, ഇന്ന് രാത്രി നടത്തും. അപ്പോൾ ഇയാൾ പറയും ഓക്കെ 2 ദിവസത്തിലേക്ക് വേണ്ട, ഇന്ന് രാത്രി നടത്തും. പക്ഷേ ഇങ്ങനെയൊന്നല്ല, എനിക്ക് എൻ്റെ മോളെ നല്ല രീതിയിൽ റുക്സത്തി ചെയ്ത് അയക്കണം എന്ന് പറയും. എന്നിട്ട് കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ആൾ പറയും ആയിരമായിട്ട് ഇനി യാതൊരു ബന്ധം ഉണ്ടാവില്ല. നോ. അത് കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മോളോട് പറയും ഇല്ല എനിക്ക് എന്നെ കാണണ്ട അങ്ങനെ ഇങ്ങനെ. അപ്പോൾ കാമിയാർ വന്നിട്ട് എന്താ നിങ്ങളെ പ്രശ്നം അത് എന്ന് പറയുമ്പോൾ നീയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയും. അപ്പോൾ അത്രയും കാലം മോളായിരുന്നു പ്രശ്നം, നിനക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്, നീ ഇവനെ വിട്ടാൽ ഞാൻ വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് നിനക്ക് തിരിച്ചു വരാമെന്ന്. അപ്പോൾ കാമിയാർ കൈ കൊടുത്തിട്ട് കാമിയാർ പോവും. ആൻഡ് ദെൻ എല്ലാം ഓക്കെ. എന്നാ ഖുല്ലൻ്റെ പേപ്പറാണ്, പോയി സൈൻ ചെയ്തോ, മൂവ് ഓൺ, ഗോ ഹെഡ് ആൻഡ് ഡു യുവർ സ്റ്റഡീസ്. US പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യ്, ഗുഡ്. ഫ്ലൈറ്റ് കയറി ഐറൻ്റെ മുമ്പിൽ ഫോണിലൊരു വീഡിയോ എടുത്തിട്ട് വരികയാണ് കാമിയാർ. വീഡിയോയിലാരാ? ഡോക്ടർ ഇർഫാൻ. ഡോക്ടർ ഇർഫാൻ സേസ് ഹാ മോളെ മേനെ ഇസ്കോ മാഫ് കർ ദിയ. ബ്രോ, സീരീസ് തുടങ്ങിയപ്പോൾ തൊട്ട് യു ആർ സോ ഇൻഡിസൈസീവ്. You are a doctor for God's sake. And he had one scene in a hospital. And ആ ഹോസ്പിറ്റൽ സീനിൽ പോലും he denied to check the patient because കാമിയാറിൻ്റെ വല്യമ്മനും കൊണ്ടാണ് വന്നത്. കാമിയാറിൻ്റെ വല്യമ്മ ആയതുകൊണ്ട് ഞാൻ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കും. ദാറ്റ്സ് മൈ റിവ്യൂ ഓൺ ഡോക്ടർ ഇർഫാൻ. ഐ ഹാവ് സോ മച്ച് ടു ടോക്ക് അബൌട്ട് സോ മെനി പീപ്പിൾ, എസ്പെഷ്യലി ഫാരിയ. ഷീ ഈസ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഇൻ ദ ഹോൾ സീരീസ്. So let me know. Thank you guys.